ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് വചനം ശ്രവിച്ച് ആരംഭിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനമാണ്. യേശു ഒലിവുമലയിലേക്ക് പോയി അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, പാപം ചെയ്യരുത്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ തിരുവചന ഭാഗം നമ്മുടെ ചിന്തകളിൽ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിധിക്കാതിരിക്കുക, ആരുടെ മേലും കല്ലുകൾ എറിയാതിരിക്കുക. ഈ സംഭവത്തെ ഒന്ന് ധ്യാനിക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രിയമുള്ളവരെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയ പ്രമാണികളുമൊക്കെ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് അവർ ആവശ്യപ്പെടുമ്പോൾ അവരുടെ ദുഷ്ട വിചാരമാണ്. അവർ ചില കാര്യങ്ങൾ മനസ്സിൽ കരുതി കൂട്ടിയിട്ടാണ് ഈ പാപം ചെയ്ത ഈ വ്യക്തിയെ കൊണ്ടുവന്ന് ഈശോയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഇത് ആവശ്യപ്പെടുന്നത്. ലേവ്യരുടെ പുസ്തകത്തിൽ 20-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഒരു വചനമുണ്ട്. നമുക്കറിയാം, ഈ നിയമജ്ഞരും ഫരിസേയരുമൊക്കെ നിയമങ്ങളും അതുപോലെ തന്നെ ദൈവവചന ഗ്രന്ഥങ്ങളുമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പിടിക്കപ്പെട്ട സ്ത്രീയെ ഇവളെ കൊണ്ടുവന്നിട്ട് കല്ലെറിയണമെന്ന് ആവശ്യപ്പെടുന്നത്. ലേവ്യരുടെ പുസ്തകത്തിൽ 20-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇങ്ങനെയുണ്ട്, ഒരുവൻ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനും അവളും മരണശിക്ഷ അനുഭവിക്കണം. അതോടൊപ്പം തന്നെ നിയമാവർത്തനം 22:22-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അന്യൻ്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ശയിക്കുന്നത് അത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും, സ്ത്രീയെയും പുരുഷനെയും വധിക്കണം. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. അപ്പോൾ സ്ത്രീയോടൊത്ത് പിടിക്കപ്പെട്ട ആ പുരുഷനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഫരിസേയരും നിയമജ്ഞരും ഈ സ്ത്രീയുമായിട്ട് മാത്രമായിട്ട് വരുന്നത്. അവരുടെ ഉദ്ദേശശുദ്ധി തന്നെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. എങ്ങനെയെങ്കിലും യേശുവിനെ കുരുക്കിലാക്കുക, അതോടൊപ്പം തന്നെ ഇവളോടൊപ്പം പാപം ചെയ്ത വ്യക്തിയെ അവർ പറഞ്ഞു വിട്ടിട്ട് അവരെ ഒഴിവാക്കിയിട്ട് ഈ പെൺകുട്ടിയെ മാത്രം കൊണ്ടുവരുമ്പോൾ, കാരണം അയാളെ പിടിച്ചുകൊണ്ട് വന്നാൽ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട പലരും പിടിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കല്ലെറിയുവാനായിട്ട് കൊണ്ടുവന്ന പലരിലും ഈ തിന്മ കാണുവാനായിട്ട് സാധിക്കും. വ്യഭിചാരത്തിൻ്റെ തിന്മ ഉണ്ടായിരുന്നു. അവരത് മറച്ചു വച്ചിട്ടാണ് ഈ പാവപ്പെട്ട സ്ത്രീയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കല്ലെറിയണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈശോയെ കൊണ്ട് വിധി പ്രസ്താവിച്ച് ഈശോയെ കുടുക്കി നശിപ്പിക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. ഓരോ വിധി കൽപ്പിക്കുമ്പോഴും പലപ്പോഴും മനുഷ്യൻ അവൻ്റെ ഒരു കുടില തന്ത്രമുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്, ചില നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ തകർക്കുക. അതിനുവേണ്ടിയാണ് പലരും പല രീതിയിൽ കുറവുകൾ കുറ്റങ്ങൾ കാണുന്നവരെ വിധിക്കുവാനായിട്ട് വെപ്രാളപ്പെടുന്നതെന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സ്ത്രീയെ കൊല്ലണമെന്ന് വാശി പിടിക്കുന്ന ഇവർ എന്തുകൊണ്ട് ആ സ്ത്രീയോടൊപ്പം പാപം ചെയ്ത വ്യക്തിയെ കൊല്ലുവാനായിട്ട് ആവശ്യപ്പെടുന്നില്ല? അപ്പോൾ ആ വിധിയുടെ കല്ലെറിയലിൽ തന്നെ സ്വാർത്ഥതയുടെ ഒരു രൂപം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദുഷ്ടവികാരങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് ഒരുവൻ
മറ്റൊരു വ്യക്തിയെ വസ്തുവാക്കി മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ മാനുഷികത, ആ മനുഷ്യൻ്റെ നീതിയും ദൈവത്തിൻ്റെ ആ കരുണയും നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. വ്യക്തികളെ വസ്തുക്കളായി കാണുമ്പോഴാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മേൽ വിധി പ്രസ്താവിക്കുന്നത്. ഈ സംഭവത്തിൽ നമുക്ക് കാണാവുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഈശോ അവിടെ കുനിഞ്ഞ് പൂഴിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പൂഴിയിൽ എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ ആ പൂഴിയിൽ അവർക്ക് വചനമറിയാം. പൂഴിയിൽ എഴുതുമ്പോൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 13 ഇങ്ങനെ ഒരു വചനമുണ്ട്: ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവെ, അങ്ങയെ ഉപേക്ഷിക്കുന്നവർ ലജ്ജിതരാകും, അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേരുപോലെ അപ്രത്യക്ഷമാകും. കാരണം ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവിക സ്നേഹത്തെയും കരുണയെയും മറന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും അന്ത്യമെന്ന് പറയുന്നത് പൂഴിയിൽ എഴുതിയതുപോലെ അപ്രത്യക്ഷരാകും, അവർ ലജ്ജിതരാകുമെന്നാണ്. കർത്താവ് കുനിഞ്ഞ് ഇവർ ഓരോരുത്തരും ഈ സ്ത്രീയുടെ പാപങ്ങളിങ്ങനെ ലിസ്റ്റ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവർത്തിച്ച് ഇവളെ കല്ലെറിയുവാനായിട്ടാണ് മോശ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് അവിടെ നിന്നിരുന്ന ഓരോരുത്തരുടെയും പേരുകൾ ഇങ്ങനെ എഴുതുകയാണ്. അത് എഴുതുമ്പോൾ ഈ വചനം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അറിയാൻ പറ്റും. കാരണം ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവിൽ നിന്ന് അകന്ന് കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവർ ഈ ഒരു വിധി പ്രസ്താവിക്കുവാനായിട്ട് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവരെല്ലാവരും ലജ്ജിതരാകും, അവരുടെ പേര് ഈ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷമാകുമെന്ന് പ്രതീകാത്മകമായി ഈശോ അവരുടെ മുമ്പിൽ ആ സമയത്ത് ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. എന്നിട്ടും അവർ മാറാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ ഈശോ അപ്പോഴാണ് പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ വ്യഭിചാരം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്നല്ല, അവിടെ കർത്താവ് പറയുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. പ്രിയമുള്ളവരെ, ഒരു തെറ്റുമായി വന്നിട്ട് ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ വിധി പ്രസ്താവിക്കുമ്പോൾ ഒരുപക്ഷെ ആ തെറ്റ് നീ ചെയ്യുന്നില്ലായിരിക്കാം. എന്നാൽ നീ മറ്റു ചില തെറ്റുകൾ ചെയ്യുന്നുണ്ടെന്ന് നീ തിരിച്ചറിയുമ്പോൾ നിനക്ക് ആരെയും വിധിക്കാനായിട്ട് പറ്റില്ല. ഒരുപക്ഷെ മദ്യപിക്കുന്ന വ്യക്തി അവൻ മദ്യപാനത്തെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഉള്ളിൽ കരുതിയിട്ട് വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അവന് നേരെ വിധി പറയുമ്പോൾ ഒരുപക്ഷെ അവൻ വിചാരിക്കുന്ന എന്താണ്, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ലല്ലോ, അവളല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നു. ഇവിടെ ഈശോയുടെ ഈ വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഈശോ പറയുന്നത് എന്താണ്, ഒരുപക്ഷെ നീ ഒരു പാപം മറ്റൊരാളുടെ മേൽ വിരൽ ചൂണ്ടിയിട്ട് അവർ ചെയ്യുന്നത് തെറ്റാണ്, അവരെ വധിക്കണം അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തണം എന്ന് നീ വാശി പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റു ചില പാപങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നുണ്ട്. നീ അത് ചെയ്യുന്നില്ലായിരിക്കാം. അവിടെ കൂടി നിന്ന യഹൂദരും അതുപോലെ തന്നെ ഫരിസേയ പ്രമാണികളും മറ്റു ജനങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ അവർ പല പാപങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളായിരുന്നു. യേശു ഒരുപക്ഷെ പറയും, നിങ്ങളിൽ വ്യഭിചാരം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കല്ലെറിയാനായിട്ട് ആ സമയത്ത് ഉണ്ടായിരിക്കും. പക്ഷെ കർത്താവ് അത് എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്നത് എന്താണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. ഈ വചനത്തിൻ്റെ ആധികാരികത തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആരെയും കല്ലെറിയുവാനോ വിധിക്കുവാനോ നമ്മൾ തയ്യാറാവുകയില്ല. ഈശോയുടെ ആ നോട്ടവും വാക്കുകളുടെ അവരുടെ ഹൃദയത്തെയും മനസ്സിനെയും ഭേദിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇത് ആഴങ്ങളിലേക്ക് ഇറങ്ങി. ഈ വചനം, ഈശോ പറഞ്ഞ ഈ വചനം അവരുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ ഓരോരുത്തരായിട്ട് മുതിർന്നവർ തൊട്ട് എല്ലാവരും കല്ലുകൾ താഴെയിട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഓരോരുത്തരുടെയും പാപങ്ങളുടെ പട്ടിക അവരുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കാരെയും വിധിക്കുവാനായിട്ട് തോന്നുകയില്ല. നമ്മൾ നമ്മുടെ കുറവുകളെ, കുറ്റങ്ങളെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് ആ മറ്റുള്ളവരെ വിധിക്കാനായിട്ടുള്ള ഒരു ചിന്തയും ഒരു പ്രേരണയും നമ്മുടെ ഉള്ളിൽ ഇന്ന് വളരെ വർദ്ധിച്ചു വരുന്നത്. സങ്കീർത്തനം 143:2 ഇപ്രകാരം ഒരു വചനമുണ്ട്: ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുമ്പിൽ നീതിമാനല്ല, ഭൂമിയിൽ പാപം ചെയ്യാത്തവർ ആരുമില്ല. സങ്കീർത്തനം 143 2-ാം തിരുവചനത്തിൽ ഈ വചനം പറയുകയാണ്. കാരണം ജീവിക്കുന്ന ആരും തന്നെ പാപം ചെയ്യാത്തവരായിട്ടില്ല. എല്ലാ മനുഷ്യരും ഏതെങ്കിലും രീതിയിൽ, ഏതെങ്കിലും തലത്തിൽ ഉപേക്ഷയാലോ അല്ലെങ്കിൽ പ്രവൃത്തിയാലോ ചിന്തയാലോ ഒക്കെ പാപത്തിന് അടിമപ്പെട്ടവരാണ് മനുഷ്യജീവിതം. അതുകൊണ്ട് അവൻ ഒരിക്കലും മറ്റുള്ളവരുടെ നേരെ കല്ലെറിഞ്ഞ് അവരെ വിധിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ പാപിയായ ഒരുവനെ തെറ്റ് തിരുത്തുവാനും വിധിച്ച് ശിക്ഷിച്ച് തകർത്ത് കളയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം അവരിലെ നന്മ കണ്ട് തിന്മയെ തിരുത്തി അവർക്ക് അവസരങ്ങൾ നൽകുന്നവനാണ് ദൈവം. നമ്മൾ ഒരാളെ വിധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്കുള്ള സാധ്യതകളെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്.
അവരെ വിധി കൽപ്പിച്ച് തള്ളിക്കളയുകയാണ്. സ്ത്രീയെ, ആരും നിന്നെ കല്ലെറിഞ്ഞില്ല. ഈശോ ചോദിക്കുക അവളോട്. അവൾ പറയുക, ഇല്ല കർത്താവേ, ആരും എന്നെ കല്ലെറിഞ്ഞില്ല. ഈശോ പറയുകയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ തെറ്റിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ, നിരാശപ്പെടാതെ പുതിയൊരു ജീവിതം നയിക്കുവാൻ ഈശോ അവളെ പ്രാപ്തയാക്കുകയാണ്, അവളെ ശക്തിപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ എടുക്കേണ്ട നിലപാട്. കാരണം വിധിച്ച് തള്ളിക്കളയാതെ തെറ്റിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സ്നേഹത്തോടെയുള്ള നോട്ടവും സ്നേഹത്തോടെയുള്ള വാക്കുകളും കരുതലോടുകൂടെയുള്ള ഇടപെടലുകളും നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആ വ്യക്തികളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഒരു സ്ഥലത്ത് യൂത്ത് റിട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇതിൽ യൂത്ത് റിട്രീറ്റ് നടക്കുന്ന സമയത്ത് 2-3 കുറേ ചെറുപ്പക്കാർ അവിടെ കിടന്ന് വല്ലാത്തൊരു അസ്വസ്ഥതരായിരുന്നു. ഫ്രണ്ടിലിരുന്ന ഒരാളെ പുറകിലിരുന്ന ഒരു ചെറുപ്പക്കാരൻ വെറുതെ ദേഹത്തൊന്ന് തട്ടി അസ്വസ്ഥപ്പെടുത്തി. ഇത് അവന് സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് അവൻ തിരിഞ്ഞ് ചൗക്കുറ്റിയിൽ അടിച്ചു, അവൻ്റെ ചെകിടത്തടിച്ചു. അത് വലിയ പ്രശ്നമായി. അവൻ്റെ ഗ്യാങ്ങുകളിൽ പരസ്പരമുള്ള 2 പേരുടെയും കൂട്ടുകാർ തമ്മിൽ അടിക്കണമെന്നുള്ള ചിന്തയോടെ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് ഓടിച്ചെന്ന് ഇടപെട്ടു അവരെ 2 പേരെയും ഒന്ന് ശാന്തമായിട്ട് നിർത്തി. ചിലർ പറഞ്ഞു, ഈ അടിച്ചവനെ ഇനി ഇരുത്തിയിട്ട് കാര്യമില്ല, അടിച്ചവൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്, അവനെ ഇപ്പോൾ തന്നെ പറഞ്ഞു വിടണം. അടി കൊണ്ടവൻ അവിടെ എന്ന് പറയാണ്, എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അടിച്ചു, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. പ്രിയമുള്ളവർ, 2 പേരെ അവിടെ നിർത്തി സംസാരിച്ചു, കാര്യം പറഞ്ഞ് ബോധ്യങ്ങൾ കൊടുത്തപ്പോൾ, സ്നേഹത്തോടെ ബോധ്യം കൊടുത്തപ്പോൾ അവർ തിരിച്ചറിഞ്ഞു ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് അവർ ഇതേ രീതിയിൽ ഇങ്ങനെ പ്രതികരിച്ചത്. അവർ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഈ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു പ്രശ്നം ആ കൺവെൻഷൻ സ്ഥലത്ത് സംഭവിക്കുവാനോ അല്ലെങ്കിൽ ഒരാളെ അടിക്കണമെന്നോ അവൻ ബോധപൂർവ്വം അല്പം പോലും ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു. അവൻ എന്നിട്ട് കരയാൻ തുടങ്ങി, മാപ്പ് ചോദിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ. പരസ്പരം അവർ തെറ്റ് അംഗീകരിച്ച് സ്നേഹത്തോടെ ഒന്ന് എംബ്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ കൂടിയിരുന്ന പലരുടെയും ചിന്തകളിലുണ്ടായിരുന്ന ആ മനോഭാവങ്ങളൊക്കെ മാറിപ്പോയി. ചിലരൊക്കെ അടി കൊണ്ടവന് വേണ്ടി സപ്പോർട്ട് ചെയ്തു, അടിച്ചവനെതിരായിട്ട് നിലപാടെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും ഈ ഒരു സിറ്റുവേഷനെ നയപരമായ രീതിയിൽ 2 പേരെയും വിധിച്ച് തള്ളാതെ 2 പേരുടെയും ആ തെറ്റുകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിൽ സ്നേഹത്തിൻ്റെ നിലപാടെടുത്തപ്പോൾ അവിടെ പ്രശ്നം മാറി. പിന്നെ അവർ തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ തീക്ഷ്ണതയോടെ 2 പേരും നല്ല സന്തോഷത്തോടെ ആ യൂത്ത് കൺവെൻഷനിൽ പങ്കെടുത്തു. അവസാനം വലിയ ആത്മാവിൻ്റെ നിറവോടുകൂടി നന്മയുടെ ഒരു തലത്തിലേക്ക് ആ 2 പേരും മാറ്റപ്പെട്ടു. ആ സമയത്ത് തെറ്റായൊരു വിധിയുടെ മനോഭാവം എടുത്തിരുന്നുവെങ്കിൽ എപ്രകാരമാകുമായിരുന്നു? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങൾ 2 പേരെ ഇനി ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് 2 പേരെയും ആ പ്രോഗ്രാമിൽ നിന്ന് തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ, വിധിച്ച് കല്ലെറിഞ്ഞ് മാറ്റിയിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, 2 ആത്മാക്കൾ നഷ്ടപ്പെടുമായിരുന്നു. ഈശോ വില കൊടുത്ത 2 ആത്മാക്കളെ നമ്മുടെ വിധി തീർപ്പിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുമായിരുന്നു. എന്നാൽ ശരിയായ നിലപാടെടുത്തപ്പോൾ അവരെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. ഈശോ ഓരോരുത്തരെയും രക്ഷിക്കുവാനായിട്ടാണ് വന്നത്, ആരെയും വിധിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കുറവ് കണ്ട് കല്ലെറിയുമ്പോൾ രഹസ്യമായിട്ട് പോലും വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ചില കുറവുകൾ വച്ചിട്ടാണ് അവരെ കല്ലെറിയുന്നത്. ചിലർ പറയും, ഞങ്ങൾ ആരെയും വിധിക്കുന്നില്ലല്ലോ, കല്ലെറിയുന്നില്ലല്ലോ. പ്രത്യക്ഷത്തിൽ നീ കല്ലെറിയുന്നില്ലായിരിക്കാം, പക്ഷെ നീ രഹസ്യമായി പോലും ചിലരെ നീ കല്ലെറിയുന്നുണ്ട്. കാരണം നീചരായ മനുഷ്യർ, വ്യക്തികൾക്കെതിരെ അവർ തന്നെ കെട്ടിച്ചമയ്ക്കുന്ന ദുരാരോപണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കല്ലെറിയലാണ്. നിന്റെ വാക്കുകൊണ്ട് നീ മറ്റുള്ളവരെ ദുരാരോപണങ്ങൾ പറയുമ്പോൾ നീ അവരെ വിധിച്ച് കല്ലെറിയുകയാണ്. ഞാൻ ഇങ്ങനെ കേട്ടു എന്ന് തുടങ്ങും ചിലർ സംസാരം. ഏതെങ്കിലും ഒരു കേൾവിയാകാം. ഞാൻ ഇങ്ങനെ കേട്ടല്ലോ ആ വ്യക്തിയെക്കുറിച്ച്. ഇത് പറയുന്നത് ആ കേൾക്കുന്ന വ്യക്തി അടുത്ത വ്യക്തിയോട് ഇങ്ങനെ പറയും. ഇതിങ്ങനെ കല്ലെറിഞ്ഞ് പലതരത്തിൽ രഹസ്യമായി കല്ലെറിയുന്നവരുടെ ഒരു നീണ്ട നിര നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നീ അറിഞ്ഞോ? ദുരാരോപണങ്ങളുടെ കല്ലുകൾ നീ അറിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ തകർക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമുണ്ട്: വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എൻ്റെ കോപം ജ്വലിക്കുകയും
നിങ്ങളെ ഞാൻ വാൾ കൊണ്ട് വധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി തീരും. പ്രിയമുള്ളവരെ, നമ്മളിത് തിരിച്ചറിയണം. നമ്മൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ കൊണ്ടുവരികയാണ്, അസ്വസ്ഥതകൾ കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള കുറവുകൾ വെച്ചിട്ട് നമുക്കെങ്ങനെ മറ്റുള്ളവരുടെ മേൽ കല്ലെറിഞ്ഞ് അവരെ വധിക്കുവാനായിട്ട് നമുക്ക് മനസ്സ് വരും. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 19-ാം അധ്യായത്തിൽ 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക. അവനത് ചെയ്തിട്ടില്ലായിരിക്കാം, ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക. അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം, പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കുക. അത് അപവാദമായിരിക്കും, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. കാരണം നീ കേട്ടത് ഒരുപക്ഷെ ഒരു അപവാദമായിരിക്കാം. ഒരാൾ നിന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ വന്ന് നിന്നോട് പറയുമ്പോൾ നീ കേട്ടത് ഒരുപക്ഷെ അപവാദമായിരിക്കാം. ഈ വ്യക്തിയോട് ആ വ്യക്തി പറഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പറഞ്ഞ വ്യക്തിയോട് നീ സ്നേഹത്തോടെ ഒന്ന് ചോദിക്കാൻ, എൻകൗണ്ടർ ചെയ്യാൻ തയ്യാറായാൽ പലപ്പോഴും നമുക്ക് ആ വിധികളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളും ആ മറ്റുള്ളവരെ വിധിക്കാനായിട്ട് തുടങ്ങും. ഒരിടയ്ക്ക് ഒരു സഹോദരി വിഷമത്തോടെ പറഞ്ഞു, ഒരു കോളേജിൽ പഠിക്കുന്ന അവരുടെ മകള് പള്ളിയിലൊന്നും വരാൻ പറ്റാത്തൊരവസ്ഥയിൽ, പള്ളിയിൽ വരാൻ പറഞ്ഞാൽ അവർക്ക് മടിയാണ്, വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്വഭാവമായി. എന്താണ് കാര്യം അന്വേഷിച്ചപ്പോൾ അവൾ അവസാനം പറഞ്ഞു, എന്നെ എല്ലാവരും ചാളമേരി എന്നാണ് വിളിക്കുന്നത്. അവളുടെ പേര് മേരിയാണ്. അപ്പോൾ അവളുടെ വീട്ടുകാരിട്ട പേരാണ് മേരിയെ, മാതാവിൻ്റെ മനോഹരമായ നാമം. കാരണം യേശു നാമം കഴിഞ്ഞാൽ ഈ ലോകത്തിന് അനുഗ്രഹം തന്ന നാമമാണ് മറിയം. അപ്പോൾ ഈ പേരിനെ പോലും തെറ്റായ രീതിയിൽ കല്ലെറിഞ്ഞ് വിധിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ വരാനായിട്ട് മടിയായി, വല്ലാത്ത അസ്വസ്ഥതയായി. പള്ളിയിൽ പോകുമ്പോൾ വെറുതെ കൂട്ടുകാരികൾ വെറുതെ ഇവളെ വിളിക്കും ചാളമേരി എന്ന് പറഞ്ഞ്. ഏതെങ്കിലും ഒരു സിനിമയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വായിച്ച നോവലിലുള്ള തെറ്റായ ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു പേരെടുത്തിട്ട് നീ ഒരാളുടെ നേരെ നീ സംസാരിക്കുമ്പോൾ, നീ വിരൽ ചൂണ്ടുമ്പോൾ ആ പെൺകുട്ടിയെയോ അല്ലെങ്കിൽ ആൺകുട്ടിയെയോ നീ ആ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നീ കല്ലെറിയുകയാണ്, നീ വിധിക്കുകയാണ്. അതുമൂലം ആ വ്യക്തി യഥാർത്ഥത്തിൽ വിശുദ്ധിയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, സമൂഹത്തിൽ വളരേണ്ട ആ വളർച്ചയുടെ സാധ്യതകളിൽ നിന്ന് ആ വ്യക്തിയെ നീ വലിച്ചെറിയുകയല്ലേ, വധിക്കുകയല്ലേ, കൊല്ലുകയല്ലേ. ആ പെൺകുട്ടി ദേവാലയത്തിലും അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ പോകാനായിട്ട് മടിയായി. പിന്നെ അവൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയായി. അത് കഴിഞ്ഞ് നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവളുടെ ഉള്ളിലെ ക്രിസ്തുവിനെ ബലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ വിധിക്കുന്നതും കല്ലെറിയുന്നവരുമൊക്കെ ഏറ്റവും വലിയ കുറവുകളുള്ളവരാണ്. അവരാണ് നിന്നെ നോക്കി ഇങ്ങനെ കളിയാക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ കുറവുകൾ കണ്ടെത്താതിരിക്കുവാൻ, അവരുടെ കുറവുകൾ ചെറുതാക്കി മാറ്റുവാനായിട്ട് നിന്നെ അകാരണമായിട്ട് കളിയാക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പിന്നെ അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. അതിനു മുമ്പ് വരെ ഈ വീട്ടുകാരോട് വല്ലാത്ത അമർശമാണ്. എന്തിന് നിങ്ങൾ ഈ പേരിട്ടു? നിങ്ങൾ മേരി എന്ന പേരിട്ടത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ മറ്റുള്ളവരൊക്കെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ചാളമേരി എന്ന് വിളിച്ച് എന്നെ വിഷമിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദരി, നീ ഒരു തമാശയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ നിനക്കൊരു സന്തോഷം തരുന്നതായിരിക്കാം. നീ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരെ കല്ലെറിയുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം. മറ്റുള്ളവരുടെ വേദനകളെ, അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം. ഈ വിളിക്കുന്നവരാരും കരുതുന്നില്ല ഈ പെൺകുട്ടിയുടെ മാനസിക മേഖലകളിൽ, അവളുടെ ശാരീരിക മേഖലകളിൽ വരുത്തുന്ന ആ മുറിപ്പാടുകൾ. ഒരു വാക്ക് മതി കല്ലെറിഞ്ഞ് ഒരു വ്യക്തിയെ തകർക്കാനായിട്ട്. പ്രിയമുള്ളവരെ, ആരോപണങ്ങൾ കെട്ടിച്ചമച്ചല്ല, അത് പറഞ്ഞ് പരത്തിയ വ്യക്തികളെ, മറ്റുള്ളവരെ മാനസികമായി ശാരീരികമായി കൊലപ്പെടുത്തുമ്പോൾ പിശാചിൻ്റെ കൂട്ടാളികളായിട്ട് മാറുകയാണ് നമ്മൾ. ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് ഒരു വ്യക്തിയെ നമ്മൾ കല്ലെറിയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പിശാചിൻ്റെ കൂട്ടാളികളായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 44 വചനമുണ്ട്: പിശാച് അവൻ നുണയനും നുണയരുടെ പിതാവുമാണ്. പിശാച് നുണയനും നുണയരുടെ പിതാവുമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ആവശ്യമില്ലാത്ത വിധി പ്രസ്താവിക്കുമ്പോൾ നമ്മൾ നുണയല്ലേ പറയുന്നത്? കേൾവി വെച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളും പിശാചിൻ്റെ ആ നുണയൻ്റെ കൂട്ടത്തിൽ നമ്മളും പങ്കുചേരുകയില്ലേ?
പ്രഭാഷകന്റെ പുസ്തകത്തിൽ 21 അധ്യായം 28 തിരുവചനം ഇപ്രകാരമാണ്: പരദൂഷകൻ തന്നെ മലിനമാക്കുന്നു, അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. പരദൂഷകൻ തന്നെ മലിനമാക്കുന്നു, അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. അപ്പോൾ ഒരു പരദൂഷണമായി കുറ്റം പറച്ചിലുമായി വരുമ്പോൾ കർത്താവിന് നിന്ദ്യനായവൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ സംസാരിക്കരുത്, അവനെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം വചനം പ്രത്യേകം നമ്മൾ ഓർക്കണം, നിരപരാധികളുടെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ അവരെ രക്ഷിക്കുവാനും പരദൂഷകരെ നശിപ്പിക്കുവാനും ദൈവം ഇറങ്ങി വരും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനോഹരമായി നമ്മൾ കാണുന്നില്ലേ, 13 അധ്യായത്തിൽ സൂസന്ന, അവളുടെ നേരെ കല്ലെറിയുകയാണ് ന്യായാധിപന്മാർ. ന്യായം പാലിക്കേണ്ടവർ പോലും അകാരണമായി കുറ്റവും പരദൂഷണവും പറഞ്ഞ് സൂസന്നയെ കല്ലെറിയാൻ കൊണ്ടുപോകുമ്പോൾ ദൈവം ശക്തമായ രീതിയിൽ ദാനിയേലിലൂടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവളെ രക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരുപക്ഷെ നീ ചെയ്യാത്ത തെറ്റിനെ, നീ മനസ്സാൽ വിചാരിക്കാത്ത കുറവുകളെ മറ്റുള്ളവർ നിൻ്റെ മേൽ ആരോപിച്ച് നിന്നെ കല്ലെറിയുമ്പോൾ നീ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നിലവിളിക്കണം. ദൈവം നിനക്ക് വേണ്ടി ദാനിയേലിനെ പോലുള്ള ധീരരായ ആത്മാവിൻ്റെ നിറവുള്ളവരെ നിന്നെ രക്ഷിക്കുവാനായിട്ട് നിൻ്റെ അരികിലേക്ക് കൊണ്ടുവരും. മനസ്സ് മടുത്ത് നിരാശപ്പെട്ട് കുറ്റബോധത്തിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങളെ പഴിപറഞ്ഞ് നീ ഒതുങ്ങിക്കൂടാതെ നീ പുറത്തു വരുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കല്ലെറിയുന്ന കൂട്ടങ്ങളിൽ നീ നീ ആയിരിക്കുമ്പോൾ, മറ്റുള്ളവർ ചുറ്റും നിന്ന് നിന്നെ കല്ലെറിയുവാൻ തക്കവിധം നീ അകപ്പെടുമ്പോൾ, നീ കർത്തൃസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ ദൈവം ഇതുപോലെ നിന്നെ രക്ഷിക്കുവാനായിട്ട് ഇറങ്ങി വരും. പ്രഭാഷകന്റെ പുസ്തകം 20 അധ്യായം 24 25 വചനം ഇപ്രകാരമാണ്: നുണ വികൃതമായ കറയാണ്, അജ്ഞന്റെ അധരത്തിൽ അതെപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. കള്ളൻ നുണയനേക്കാൾ ഭേദമാണെങ്കിലും ഈ നുണയൻ്റെയും ഈ കള്ളൻ്റെയും വിധി നാശം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാതിരിക്കാം. നിൻ്റെ വാക്കുകളാൽ നീ വിധിക്കപ്പെടും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ആരെയും നമുക്ക് കല്ലെറിയാതിരിക്കാം. നമ്മളെറിയുന്ന ഓരോ കല്ലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നും നമ്മുടെ തലമുറകൾക്ക് അതൊരു തകർച്ചയ്ക്ക് കാരണമാകുമെന്നും തിരിച്ചറിഞ്ഞ് ആരെയും കല്ലെറിയാതിരിക്കാം. കല്ലെറിയുന്നവരുടെ കൂട്ടത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ആരെയും വിധിക്കാതിരിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 28:18 പറയുകയാ: വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിനേക്കാളേറെയാണ്. കുറ്റാരോപണത്തിന് വിധേയനായ വ്യക്തിയുടെ കാല് പിടിച്ച് നമ്മൾ ക്ഷമ ചോദിക്കണം. ഏതെങ്കിലുമൊക്കെ കുറവുകൾ, കുറ്റാരോപണത്തിന് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും വിധേയരാകുമ്പോൾ അവരുടെ കാല് പിടിച്ച് നമ്മൾ മാപ്പ് ചോദിക്കാനായിട്ട് സാധിക്കണം. കാരണം ദുരാരോപണം നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഈ തിന്മയിൽ നിന്ന് നമുക്ക് രക്ഷ വേണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാകണം. നമ്മൾ ആരെയെങ്കിലുമൊക്കെ വാക്കുകൊണ്ടോ മനോഭാവം കൊണ്ടോ സംസാരം കൊണ്ടോ നമ്മൾ ആരെയെങ്കിലുമൊക്കെ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നേരെ ചെന്ന്, ആ കുറ്റാരോപണത്തിന് വിധേയമായ വ്യക്തിയുടെ നേരെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാനായിട്ട് തയ്യാറായാൽ നിൻ്റെ തകർച്ച കർത്താവ് എടുത്തു മാറ്റും. മറ്റൊന്ന്, ദുരാരോപണം നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. ഒരുപക്ഷെ നീ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം. നീ പറഞ്ഞ ഒരു തമാശ അത് മറ്റുള്ളവരുടെ കാതുകളിൽ എത്തി നീ പറഞ്ഞ തമാശയുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ ജീവിതത്തെ പല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്തു ചെയ്യണം? അതിൻ്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. അത് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ നഷ്ടപ്പെട്ട സൽപ്പേര് നിൻ്റെ നിലപാടുകളിലൂടെ തിരിച്ചു കൊടുക്കുവാനും സാധിക്കുമ്പോൾ നമ്മൾ എറിഞ്ഞ കല്ലുകൾക്ക് പരിഹാരം ചെയ്യുന്നവരായിട്ട് മാറും. ഒരു നിമിഷം നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാനായിട്ട് കൊണ്ടുവന്നവർ പലരും പാപികളായിരുന്നുവല്ലോ. എന്നാൽ അനുതപിച്ച ആ പാപിനിയായ സ്ത്രീയെ നീ രക്ഷിക്കുവാൻ നല്ല നിലപാടെടുത്തു. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം അവരിൽ ജനിപ്പിച്ചു. കർത്താവേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിൽ പലരും അന്യായമായി വിധിക്കപ്പെടുന്നുണ്ട്. ആ വിധിയുടെ കൂട്ടാളികളായി ഞങ്ങളും പലപ്പോഴും മാറിയിട്ടുണ്ട്. ഈ ദിനത്തിൽ ഞങ്ങൾ അവയൊക്കെ ഓർത്ത് അനുതപിക്കുന്നു. ആരെയും കല്ലെറിയാതിരിക്കുവാനും ആരെയും വിധിക്കാതിരിക്കുവാനും മറ്റുള്ളവരിലെ നന്മ കാണുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.